ഒരു 6 മണിയായി കാണും. അപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ പാട്ട് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. അതിനോടൊപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ, അതിങ്ങനെ എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് ഉടമ്പടി എടുക്കാൻ നേരത്ത് ഞാൻ പോയപ്പോൾ നീ ഇത്രയും നേരം താഴെ ഇരുന്നതല്ലേ, അവിടെ കണ്ടിന്യൂസ് ഇതല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന്. 8 മണിയായി, ഇത് മാറുന്നില്ല. 9 മണിയായി, 10 മണിയായി, 12 മണിയായി. എനിക്ക് ചെവി ആകെ തലയാകെ മുഴങ്ങുകയാണ് ഈ പാട്ട്. അവസാനം 12:30ആയി. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് ചെവി മൂടുന്നു, പില്ലോ എടുത്ത് തലയിൽ വയ്ക്കുന്നു. എനിക്ക് തല മൊത്തം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2:30-3 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണം, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എന്നെ കൃപാസനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ. അങ്ങനെ 2:30 മണിക്ക് ഈ കുഞ്ഞുങ്ങളെയും വിളിച്ച് ഞങ്ങൾ 3 മണിയായപ്പോൾ ഞങ്ങളിവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തി ഈ മാതാവിൻ്റെ ഗേറ്റ് കടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നെ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞതും എൻ്റെ ചെവിയിലെ പാട്ട് നിന്ന് എനിക്ക് സമാധാനം കിട്ടി. അത്രയും നേരം എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഈ പാട്ട് തന്നെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ കയറി കഴിഞ്ഞപ്പം എൻ്റെ പാട്ട് നിന്ന്. എൻ്റെ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ക്യൂവിൽ നിൽക്കുവാണ്. ഞാൻ പുള്ളിയോട് പറയുക, നിങ്ങൾ മക്കളെ നോക്കിക്കോ, ഞാൻ ഇനി ഉടമ്പടി എടുത്തിട്ടേ വരത്തുള്ളെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നു. ഈ ചുമന്ന കാർപ്പറ്റിൽ മുട്ടിയപ്പോൾ തന്നെ, ഈ ചുമന്ന കാർപ്പറ്റിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്ക് വൈബ്രേഷനാണ്. ഞാൻ വിചാരിച്ച് ഞാൻ ഇവിടെ മറിഞ്ഞ് വീണ് പോകുമെന്ന്. അതുപോലെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുകയാണ്. ഞാൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് മാതാവ് രൂപക്കൂട്ടി നിൽക്കുന്നതല്ല കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി. കാരണം ഞാനിങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഞാൻ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ്. ഞാൻ ഒരു കണക്കിനാ ഈ സ്റ്റെപ്പ് കയറി മേളിലെത്തിയത്. മുട്ടുകുത്തി നിന്ന് വാഗ്ദാന പേടകത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ മാതാവ് ഇങ്ങനെ പുറത്ത് നിൽക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയന്നു പോയി. എനിക്ക് തൊട്ട് മൊത്താൻ തന്നെ പേടിയായി. പക്ഷേ എൻ്റെ കൈ കാന്തത്തിൽ ചെന്ന് ടച്ച് ചെയ്യുന്ന പോലെ വലിച്ചടുപ്പിച്ച് അപ്പോഴത്തേക്കും എൻ്റെ ഹെഡിൽ തലയിലൂടെ കാല് വരെ ഒരു കറണ്ട് പാസ് ചെയ്ത ഫീലായിരുന്നു. ഒരു കണക്കിന് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് നിന്നത്. അതെൻ്റെ ആദ്യത്തെ അനുഭവം.